ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി. വേൾഡ് കപ്പിന് മുന്നേ നെയ്മറെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ഒരു സുവർണാവസരമായിരുന്നു ഇത്. പക്ഷേ കാർലോ ആഞ്ചലോട്ടി ഒരിക്കൽ കൂടി നെയ്മറെ ടീമിൽ നിന്നും ഒഴിവാക്കി എന്നുള്ളതാണ്. അതായത് കാർലോ ആഞ്ചലോട്ടിക്ക് നെയ്മർ ജൂനിയറെ തിരികെ കൊണ്ടുവരാൻ വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ആരാണ് വലുത്? നെയ്മറാണോ കാർലോ ആഞ്ചലോട്ടിയാണോ ബ്രസീലിയൻ ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്? ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോൾ ബ്രസീലിൽ മുറുകുകയാണ്. ചിലർ പറയുന്നത് കാർലോ ആഞ്ചലോട്ടിയേക്കാൾ വലുത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടും പ്രധാനപ്പെട്ടത് നെയ്മർ ജൂനിയർ ആണ് എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് നെയ്മറേക്കാൾ എന്തുകൊണ്ടും വലുത്, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് കാർലോ ആഞ്ചലോട്ടിയാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ ജേർണലിസ്റ്റായ റീക്കോ പെറോൺ ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: കാർലോ ആഞ്ചലോട്ടിയേക്കാൾ എത്രയോ വലുതാണ് നെയ്മർ ജൂനിയർ. ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളവും ബ്രസീലിയൻ ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളവും കാർലോ ആഞ്ചലോട്ടിയേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടത് നെയ്മർ ജൂനിയർ തന്നെയാണ്. ഇതാണ് റീക്ക പെറോൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം നെയ്മർക്കൊപ്പം നിലകൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ESPNന്റെ ജേർണലിസ്റ്റായ ജിയാൻ ഒഡ്ഡി ഇതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോൾ ചരിത്രത്തിൽ നെയ്മറേക്കാൾ എന്തുകൊണ്ടും വലിയവൻ അത് കാർലോ ആഞ്ചലോട്ടി തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിന്നർ അത് കാർലോ ആഞ്ചലോട്ടിയാണ്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗ് കിരീടങ്ങൾ എല്ലാം നേടിയ പരിശീലകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയവൻ അത് ആഞ്ചലോട്ടിയാണ്. ഇതാണ് ജിയാൻ ഒഡ്ഡി പറഞ്ഞിട്ടുള്ളത്. അതായത് ആഞ്ചലോട്ടിയാണോ നെയ്മറാണോ വലുത് എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം മുറുകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ ബ്രസീലിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ഇതുവരെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല. അത് നെയ്മറെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളവും നിരാശ നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.